രഞ്ജിത യു കെന്ന് 3 ദിവസത്തേക്കാണ് വന്നത്. അപ്പോൾ ഇന്നലെ വൈകിട്ട് ഞാൻ കണ്ടതാണ്. എൻ്റെ കൊച്ചുമോൻ്റെ കൂടെയാണ് മോള് പഠിക്കുന്നത്. അപ്പോൾ അവർ രണ്ടുപേരും സ്കൂളിലാണ് പോകുന്നത്. ഞാനാ കൊണ്ട് സ്കൂളിൽ ചേർത്തതൊക്കെ. അപ്പോൾ ഇവിടെ കോഴഞ്ചേരി പോയി സൈൻ ചെയ്ത് ജോയിൻ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഞാൻ ഇങ്ങ് വരുമെന്നും പറഞ്ഞിട്ട് പോയതാണ്. അതെ തിരിച്ച് ജോയിൻ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഞാൻ ഇങ്ങ് വരും എന്ന് പറഞ്ഞിട്ട് പോയതാണ്. അപ്പോൾ ഇന്നലെ വൈകിട്ട് തുളസി ചേച്ചി വീട്ടിൽ വന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു ഇങ്ങനെ ട്രെയിനിലാണ് പോയത്, ട്രെയിനിലുള്ള ഒരു ഫാമിലി കൊണ്ടുവന്ന് കാറിൽ എയർപോർട്ടിൽ കൊണ്ടുവിട്ടു എന്നൊക്കെ വളരെ സന്തോഷത്തോടെ പറഞ്ഞതാണ്. ഒരു നല്ല ഇടപെടാൻ പറ്റിയ ഒരു നല്ല സഹോദരി. ഞങ്ങളിവിടെ വളരെ സൗഹൃദമായി ജീവിക്കുന്നൊരു കമ്മ്യൂണിറ്റിയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വളരെ സഹകരണത്തോടെ ജീവിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. അതുകൊണ്ട് വളരെ ഇവർ കോന്നിയിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ വീട് പണിയാൻ തുടങ്ങിയപ്പോഴാണ് ഇതാണ് അമ്മയുടെ വീട്. അമ്മയുടെ വീട്ടിലോട്ട് വന്നത് എനിക്കൊന്നൊരു 2 മാസത്തിൽ കൂടുതലുള്ളൂ ഈ വീട് പണിയാൻ തുടങ്ങിയിട്ട്. അന്നേരമാണ് വന്നത്. അന്നേരം പുള്ളിക്കാരൻ ഈ യു കെയിൽ നിന്ന് വന്ന് വീട് പണി ആരംഭിക്കുന്നതൊക്കെ ഇവിടെ 1 മാസത്തിൽ കൂടുതലുണ്ടായിരുന്നു. അത് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ സ്കൂളിലൊക്കെ ചേർത്തിട്ട് പോയത്. വീട്ടിലാരൊക്കെയുണ്ട്? അമ്മയും ഈ 2 പിള്ളേരും ഉണ്ട്. ആങ്ങളമാർ 2 പേരും മസ്കറ്റില്ല. അവർ പുല്ലാട്ട് അവർക്ക് കടയൊക്കെ ഉണ്ട്. അവർ വേറെ വീട് വെച്ചൊക്കെ താമസിക്കുന്നതാണ്. സംസാരിക്കും. കുട്ടികൾ ഒരു സ്കൂളിലാണ് പഠിക്കുന്നത്, അങ്ങയുടെ കൊച്ചുമക്കളും അല്ലേ? അതെ സ്കൂളിൽ ഞാൻ വിളിച്ചു പറഞ്ഞു. നാടിനെ ആകെ ഞെട്ടിച്ച ഒരു സംഭവമാണ്. അയ്യോ ആണോന്നോ? കാരണം ഒന്നാമത് ഇന്നലെ വൈകിട്ട് കണ്ടതല്ല ഉള്ളൂ. ഇന്നലെ വൈകിട്ട് അങ്ങോട്ട് കണ്ട് സന്തോഷത്തോടെ ചിരിച്ച് കളിച്ച് ഞാൻ പോവുക. എനിക്ക് തിരിച്ചു വരാൻ പറ്റുന്നത് ഞാൻ ഉടനെ വരുമെന്ന് പറഞ്ഞ് പോയ ആളല്ലേ. ഇവിടെ ഗവൺമെൻറ് സർവീസ് തുടരണമെന്ന് ആഗ്രഹമുണ്ട്. ആഗ്രഹത്തോടെ പോയതാണ്. കാരണം കുഞ്ഞുങ്ങൾ 2 പേരും ഇവിടെ പഠിക്കുമല്ലേ. അതുകൊണ്ട് ഇങ്ങ് വരണമെന്ന് പറഞ്ഞ് പോയതാണ്. വല്ലാത്ത സംഭവമായിപ്പോയി. ഞങ്ങളെയൊക്കെ കണ്ണുനീരാക്കിയ ഒരു സംഭവമായിപ്പോയി.